കലൂർ സ്റ്റേഡിയത്തിനും സ്പോൺസർക്കും GCDAയ്ക്കും കണ്ടകശനിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. മെസ്സിയുടെ വരവും ഒരു മയവുമില്ലാത്ത തള്ളും എന്നിട്ട് പാതി വഴിയിൽ എല്ലാം ഉപേക്ഷിച്ചു പോയതും മലയാളികളൊന്നു മറന്നുവരികയായിരുന്നു. അപ്പോഴിതാ മഴദേവൻ ചതിച്ചിരിക്കുന്നു. 70 കോടിക്ക് നവീകരിച്ചെന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ ഇതാ മെസ്സിക്ക് കുളിക്കാൻ ഷവർ വരെ. കാണികൾ വിയർക്കരുതല്ലോ. കളിക്കാം, കുളിക്കാം, മുതലാളിക്ക് സല്യൂട്ട് എന്നിങ്ങനെ കമന്റുകളുടെ ചാകരയാണ്. നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടുത്ത ആഴ്ച ഈ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടും എന്ന് പറയുന്ന ആളാണ്. ഈ വർക്ക് തീർച്ചയായും അടുത്ത ആഴ്ച കിട്ടും. കഴുക്കോൽ വരെ അടിച്ചുകൊണ്ടുപോയെന്നാ തോന്നുന്നേ. കളി കാണാൻ വരുന്നവർ കുടയെടുക്കാൻ മറക്കരുത്. കളി കാണാൻ വന്നാൽ വെള്ളച്ചാട്ടവും കാണാം. അങ്ങനെ നീളുന്നു കമന്റുകളും ട്രോളുകളും. മഴയത്ത് കൊച്ചി സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നവർക്ക് നല്ല രീതിയിലൊരു വെള്ളച്ചാട്ടവും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നാളെ മഴയാണെങ്കിൽ എല്ലാവരും കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് പോലെ സൂപ്പർ വൈബാണ്. ഇന്നലത്തെ വേനൽ മഴയിലാണ് 22-ാം നമ്പർ ബോക്സിന് മുകളിലെ മേൽക്കൂര ചോർന്നൊലിച്ചത്. സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഫിഫയുടെ അംഗീകാരത്തിന് കാത്തിരിക്കുന്നതിനിടെയാണ് എന്തായാലും ഈ സംഭവം. സോഷ്യൽ മീഡിയ പറയുന്ന ഒരു കാര്യം എന്തായാലും ശരിയാണ്. മെസ്സി വന്നാൽ കേരളം വെള്ളം കിട്ടാത്ത നാടാണെന്ന് പറയുകയേയില്ല.